ഇന്ന് SNDP പരാതി കൊടുത്തായിരുന്നു, മനസ്സിലായില്ലേ? ഇതിൻ്റെ കോപ്പിയാണ്. 3/3 പരാതി കൊടുത്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഇതെന്നെ കൊച്ചിയിൽ സഹദേവ മന്ദിരത്തിൽ ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സുബ്രഹ്മണ്യൻ, പോച്ചയിൽ സൽപ്പകവല്ലിയുടെ ഭർത്താവായ സുബ്രഹ്മണ്യനെതിരെയാണ് പരാതി. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കി കുറച്ച് പേരുണ്ട്. സദാനന്ദ മന്ദിരത്തിക്കാർക്കുമാണ് രോഗം മുഴുവനും. അപ്പോൾ ഈ 2 കൂട്ടരാണ് ശരിക്കും, മനസ്സിലായില്ല? അപ്പം മെയിനായിട്ട് ഇവനാണ് ചീത്തവിളി, ഇവനെ കൊണ്ടാണ് ഭയങ്കര ചീത്തവിളി. അപ്പം ശ്രീലതയാണ് ഇവന് ഇത് വെച്ചു കൊടുക്കുന്നതും. ഈ ബിജുപിയുമായിട്ട് ഇവൻ സംസാരിക്കുമെന്നുള്ളതിന് ഇവൻ തന്നെ പറയുന്നതെല്ലാം റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവനെതിരെ ഞാൻ ഇതെല്ലാം വെച്ച് മാനനഷ്ട കേസും കൊടുക്കും. കാരണം ഇവൻ പറയുന്നതെല്ലാം നമ്മുടെ അങ്ങേയറ്റത്തെ പറയുന്നത്, അങ്ങേയറ്റത്തെ വൃത്തികേടാണ് ഇവൻ പറയുന്നത്. ഇവൻ പറയുന്നതിന് ഒരു ഇതില്ല, മനസ്സിലായില്ല? അപ്പം ഇവനെതിരെ നമ്മൾ നല്ല ഒന്നാമതൊരു ഇതെല്ലാം വെച്ച് നല്ല ശരിക്ക് ഇവനെ ഇതുകൊണ്ട് ഇവിടെ നിർത്തത്തില്ല. SNDP കൊടുത്തതിന് തെളിവുകൊണ്ടിപ്പം അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയണം. നമ്മുടെ ലേസർ അടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ പോലീസിലും കൊടുക്കും, പിന്നെ കോടതിയിലും കൊടുക്കും. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് എഴുതി ഈ സകല ഇത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ തെറിവിളികളും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇത് കാണാം. സൽപ്പകവല്ലിയുടെ ഭർത്താവായ സുബ്രഹ്മണ്യൻ എന്ന കുട്ടൻ എൻ്റെ അമ്മയും നിരന്തരം ചീത്ത വിളിക്കുകയും കല്ല് പെറുക്കി എറിയുകയും ഇതിനെല്ലാം തെളിവുണ്ട്. കല്ല് പെറുക്കുന്നതും വടിയെടുക്കുന്നതും എല്ലാം എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. എല്ലാത്തിനും നല്ല ഒന്നാന്തരം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ സ്ഥലത്തേക്ക്, നമുക്ക് വടക്ക് വശത്ത് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാൻ അത് എന്താടി വീട്ടിലിരിക്കരുതോടി എന്ന് ചോദിച്ചുകൊണ്ട് ഇവന് കഥയുണ്ടാക്കണം, എന്തൊക്കെയോ കഥകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എഴുതി അതിനനുസരിച്ചുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായില്ലയോ? പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പുകയടിക്കുന്നതിൻ്റെ തെളിവുകളും എല്ലാം ഉണ്ട്. പുകയടി അങ്ങനെ പലത് പണ്ട് മുതലുള്ള പുകയടിയും പിന്നെ 2019-20 കാലഘട്ടത്തിലുള്ള പുകയടിക്കുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്. പിന്നെ ഇവൻ നിരന്തരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വലിയ ഇതുണ്ടാക്കിയ സീനുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇവൻ്റെ കൊച്ചുമോളയും കൊണ്ട് ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ഭയങ്കര ശല്യക്കാരനായിട്ട് എൻ്റെ വീടിൻ്റെ ഇതെല്ലാം നല്ല ഒന്നാന്തരം തെളിവുകളുണ്ട് ഇവനെ. പിന്നെ ഇവൻ്റെ പോകുമ്പോൾ നമ്മൾ സംസാരിച്ചാലും ഇവൻ്റെ വഴിയെ ഇവൻ പോകുമ്പോൾ നമ്മളെന്തെങ്കിലും എൻ്റെ അമ്മയോ എന്തെങ്കിലും സംസാരിച്ച് വിടാൻ ഉടനെ ചീത്ത വിളിക്കുന്നതിൻ്റെ എല്ലാം തെളിവുകൾ, തുണി പൊക്കുന്നതും സകലമാന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇവനെതിരെ നല്ല ഒന്നാന്തരം ഡിഫമേഷനും പിന്നെ നമ്മുടെ 354 ഇപ്പം സെക്ഷൻ മാറിയിട്ടുണ്ട്, ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ വിമൻ. ഇതുമല്ല വിട്ട് നല്ല ശരിക്ക് ഇവൻ നിരന്തരം ഇവൻ്റെ ഫ്രണ്ട് തുണി പൊക്കി കാണിക്കുക. അത് അങ്ങോട്ട് മാറിയായതുകൊണ്ടാണ് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റാത്ത. ഇവൻ്റെ ഫ്രണ്ട് തുണിയെല്ലാം ഇന്നലെയും പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. പൊക്കി കാണിച്ചിട്ട് പിടിച്ചോടി ഇന്നാടിന്ന് എന്ന് പറയുന്നത് ഇവൻ ഫ്രണ്ടിലെ തുണി പൊക്കി മാറ്റിയിട്ടാണ് ഇന്നാടി എന്ന് പറയുന്നത്. ഇവന് പ്രാന്താണെങ്കിൽ ഇവൻ്റെ പെണ്ണുമ്പിള്ള ഇവൻ്റെ കൂടെ പോയി കാണും. ഇവൻ്റെ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവൻ്റെ പുറകിനൊന്നും പോകേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല, മനസ്സിലായില്ലേ? അത് ഞാൻ അവിടെ പറയും ഇങ്ങനെ തന്നെ. ഇവൻ്റെ ഇത് കാണിച്ചുകൊണ്ട് ഇവൻ്റെ പുറകിനൊന്നും ഇവൻ്റെ സൽപ്പകവല്ലി എന്ന് പറയുന്ന 3rd റേറ്റ് പോയി കാണും. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഇരിക്കുകയല്ലേ. ഇവനെന്തോ ഉദ്ദേശം നമുക്കൊന്ന് അറിയണം. എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതെല്ലാം ഇവൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം കറക്റ്റായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇവൻ ഈ തെറി വിളിക്കുന്നതെല്ലാം ഇവൻ എന്തൊക്കെ എന്നെ വിളിക്കുന്നോ ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഇവൻ എന്തൊക്കെ പറഞ്ഞ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ള വീഡിയോ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവൻ്റെ വീഡിയോ നമ്മൾ എടുക്കും. നമ്മളെ വേറെ ഉള്ളവരുടെ ഒന്നും വീഡിയോസ് അങ്ങനെ എടുക്കുന്നില്ലല്ലോ. എല്ലാവരുടെയും വീഡിയോസ് എടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ വടക്ക് വശത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഫോണും കൊണ്ടുപോകും. കാരണം ഇവൻ ഏത് നിമിഷവും നമ്മളെ ചീത്ത വിളിക്കാനും ആക്രമിക്കാനും വരികയാണ്. കല്ലും കവരോ എല്ലാമായിട്ടാണ് വരുന്നത്. അത് തന്നെയല്ല എൻ്റെ അമ്മയുടെ കണ്ണ് പണ്ട് എറിഞ്ഞു പറിച്ചതാണ്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഇവന് ആനമയക്കൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ നല്ല ആപ്റ്റായിട്ടുള്ള തെളിവുണ്ട്. അപ്പോൾ ഇവനെതിരെയാണ് ഇവൻ്റെ സുബ്രഹ്മണ്യൻ ഇവനെതിരെയാണ് മെയിനായിട്ടുള്ള പരാതികൾ. മകനെ ഭർത്താവാക്കി വെച്ചു ഇതെല്ലാമാണ് തെളിവല്ല. അത് വേറൊരു പരാതിയുമല്ല, ഇതാണ് എൻ്റെ പരാതി. ഇവനെക്കുറിച്ചാണ് എൻ്റെ പരാതി. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കി എന്നെ കൊല്ലാൻ നോക്കിയതും അതിനും തെളിവുണ്ട്. നീ വസ്തു എഴുതി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കുറേ ഇപ്പോഴും വസ്തുവിനെ കുറിച്ച് അവൻ പറയുന്നത്. ഞാൻ എൻ്റെ അമ്മ അങ്ങ് മരിച്ചു പോയാൽ ഞാനങ്ങ് വസ്തു വിൽക്കുമെന്ന്. ഇവൻ ആരെ എൻ്റെ വസ്തുവിനെ കുറിച്ച് പറയാൻ? എനിക്ക് എൻ്റെ വസ്തു ഒന്നും വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഭരണിക്കാവ് വില്ലേജിലെ ഒരു വസ്തുവിലും തൊടേണ്ട കാര്യങ്ങളില്ല, മനസ്സിലായി? എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് പല്ലാരിമംഗലത്തെ വസ്തു കിടപ്പുണ്ട് വിൽക്കാൻ.
ഞാൻ. അത് വിറ്റ് ബാങ്കിലിട്ടാൽ നല്ല ശരിക്ക് ഇരുന്ന് പുട്ടടിക്കാനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടും. ഇരുന്ന് പുട്ടടിക്കാനുള്ള ഇൻട്രസ്റ്റ് കേട്ടോ. അറേ മടക്കത്ത് പോകണ്ട, ഇരുന്ന് പുട്ടടിക്കാൻ ഇതുപോലെ ഇരുന്ന് പുട്ടടിക്കാനുള്ളത് എനിക്ക് കിട്ടും. പിന്നെ ഇവൻ എന്താ എടുക്കാനാ? ഇവൻ വത്ത് ഊഹിക്കാനാ? എന്തോ വത്ത് ഊഹിക്കാനാടാ കേട്ടോ, മനസ്സിലായില്ലയോ? അപ്പം അതിൽ നിന്ന് ഈ ഇരുന്ന് പുട്ടടിക്കാനുള്ള എനിക്ക് കിട്ടും. പിന്നെ ബാക്കി ഞാൻ LLB അഡ്വക്കേറ്റാണ്. ബാക്കിയൊക്കെ എനിക്ക് നോക്കാനറിയാം കേട്ടോ. MBA ഉണ്ട്, LLB ഉണ്ട്, വേറെ പലതും ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എനിക്ക് അതിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ജീവിതമൊക്കെ വളരെ ഫ്രൂട്ട്ഫുൾ ആക്കാനുള്ള സാമർഥ്യം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ ശരി, അപ്പം പോകാറായി. SNDPയിൽ 10 മണിക്ക് കമ്മിറ്റി തുടങ്ങും. അപ്പോൾ ഇവനെതിരെയുള്ളതാണ് പരാതി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ്, അവന് അഭിനയിക്കണമെന്ന്, അവൻ സ്ക്രിപ്റ്റഡ് നാടകങ്ങൾ ഉണ്ടാക്കണമെന്ന്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് സിനിമാ കഥയാണ്, ഇവന് സിനിമാ കഥ ഉണ്ടാക്കണമെന്ന്. എന്നെക്കുറിച്ച് സിനിമാ കഥ ഉണ്ടാക്കല ഇവൻ്റെ ജോലി. മെയിൻ ജോലി ഇങ്ങനെ സ്ക്രിപ്റ്റഡ് സിനിമാ കഥയായിട്ടിരിക്കും. വല്ല സിനിമ പിടിക്കാൻ പറ.